കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയ കഥ നോക്കിയാൽ. ഇന്നത്തെ കഥയുടെ പേര് പരുന്തിന്റെ പ്രതികാരം. അങ്ങനെ ഒരു ദിവസം പരുന്തിന്റെ കുഞ്ഞിന് നല്ല സുഖമില്ല. ഇതറിഞ്ഞ് പരുന്തി സഹോദരി അവിടെ എത്തിയിട്ട് പറഞ്ഞു, ചിലന്തിയാണ് ഏറ്റവും നല്ല വൈദ്യൻ, ഞാൻ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ അവൾ ചിലന്തി വൈദ്യരുടെ അടുക്കിലെത്തി. വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരൂ, ഞാൻ പിന്നാലെ എത്തിക്കൊള്ളാം. ഓ, അതാണ് വഴി. അപ്പോൾ വരവ് നടക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ വൈദ്യരെ, അങ്ങനെ പറയരുതേ. എന്തു ചെയ്യാനാ, വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങോട്ടുള്ള വഴിയിൽ പക്ഷെ ഒരു കോഴി താമസിക്കുന്നുണ്ട്. എന്നെ അവൾ കൊത്തിത്തിന്നു. പരുന്തിന്റെ സഹോദരിക്ക് പോകാനാവുമായിരുന്നില്ല. അവൾ ചിലന്തിയുടെ കാലു പിടിച്ചു. ഒടുവിൽ അവളുടെ കണ്ണുനീരിനും നിർബന്ധത്തിനും വഴങ്ങി ചിലന്തി സമ്മതം മൂടി. ശരി, താങ്കൾ പോയിക്കോളൂ, താമസിയാതെ ഞാൻ എത്തിക്കൊള്ളാം. തൊട്ടടുത്തൊരു വീട്ടിലെ ചികിത്സ കഴിഞ്ഞ് ചിലന്തി പരുന്തിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു. അതിനു മുൻപ് തൻ്റെ ചികിത്സാ സഞ്ചിയിൽ ഒരു കുറിപ്പ് എഴുതിയിടാനും മറന്നില്ല. യാത്രാമധ്യേ ചിലന്തി ആ കോഴിയെ കണ്ടു. പെട്ടെന്ന് തന്നെ ഒരു മരത്തിന് പിറകിൽ ഒളിച്ചെങ്കിലും കോഴി ചിലന്തിയെ കണ്ടു കഴിഞ്ഞിരുന്നു. ഒട്ടും താമസിച്ചില്ല, കോഴി ചിലന്തിയെ കൊന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഏറെ നേരം കഴിഞ്ഞിട്ടും വൈദ്യരെ കാണാതെ പരുന്ത് നിരാശനായി. വൈദ്യരെ തേടിയിറങ്ങിയ പരുന്ത് കോഴിയുടെ വീടിനരികിലെത്തി. അതാ കിടക്കുന്നു വൈദ്യരുടെ സഞ്ചി. സഞ്ചി പരിശോധിച്ച പരുന്തിന് ചിലന്തി എഴുതി വച്ചിരുന്ന കുറിപ്പിൽ നിന്ന് കാര്യം പിടികിട്ടി. വരുന്ന വഴി കോഴി എന്നെ കൊന്നുകളഞ്ഞു. തിരിച്ചു പറഞ്ഞ പരുന്ത് വീട്ടിലെത്തിയപ്പോൾ പരുന്തിൻ കുഞ്ഞു മരിച്ചു കഴിഞ്ഞിരുന്നു. ദുഃഖവും കോപവും അടക്കാനാവാതെ പരുന്ത് കോഴിയുടെ വീട്ടിലെത്തി കുഞ്ഞുങ്ങളെ ഓരോന്നിനെയായി കൊന്നു തിന്നു. അന്നു മുതൽ തരം കിട്ടുമ്പോഴൊക്കെ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ രാഞ്ചാൻ തുടങ്ങി.